എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാൻഡ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 44 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരുപാട് ബോംബുകൾ പൊട്ടി കഴിഞ്ഞ അവസ്ഥയിൽ അങ്ങനെയുള്ള മിണ്ടികൾ യുഹാവ് അവന്റെ ടൈമിങ് വിളിച്ചുണർത്തി ഇതാരാണ് ചെയ്തത് എന്ന് അവനറിയില്ല. അപ്പോഴാണ് അങ്ങോട്ട് ഒരുപാട് പേര് വരുന്നത്. മിഷൻ സക്സസ് ആകണം, ഫെയിൽ ആകരുത്, എല്ലാവരും കൊന്നേക്ക്, അതേപോലെ തന്നെ ചെയ്യുന്നു. അത് ബോഡി സെറ്റാണ് എന്നത് യുഹാവിന് അവരുടെ മാർഷൽ സോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവരുടെ മാർഷൽ സോൾ ഞാൻ എന്ന് പറഞ്ഞല്ലോ ബോഡി ആയിട്ട് റിലേറ്റഡ് ആണ്. കൈ, വായ, മസിലി, കണ്ണ്, അങ്ങനെ അതുപോലെയുള്ളവർ അവിടെയുള്ള സ്റ്റുഡൻസിന് എല്ലാവരും കൊല്ലുന്നു. ഏകദേശം 100ഓളം പേരെയൊക്കെ കൊന്നുകളഞ്ഞു. അവർക്ക് എതിർക്കാനുള്ള ടൈമൊന്നും കൊടുത്തില്ല. യുഹാവോ അത് കണ്ടിട്ട് 2 മേജർ ഫോഴ്സ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. റിയോ എംപയറിന്റെ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ടൈമെന്ന് തടഞ്ഞ് ഒരു സ്ട്രോങ് ആയ ഔറ വരുന്നുണ്ട്. ആ വന്നത് ഡോബുസി ആയിരുന്നു. അതുകൊണ്ട് ഷോക്ക്. ഡോബുസി വന്ന ഉടനെ പോയിസൺ അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കൊണ്ട ഉടനെ സ്കെലിട്ടം പോലും ആകാതെ ഇല്ലാതായി പോവുകയാണ്. അതുപോലെയുള്ള ഡ്രോപ്സ് മുകളിൽ നിന്ന് വീഴുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് പേര് മരിക്കുന്നു. ആ സമയത്താണ് പെട്ടെന്ന് അവർക്ക് ഷീൽഡ് വരുന്നത്. നോക്കുമ്പോൾ ആ വന്നത് ജിങ്ങും മായിന്റെ മിൻഡിഹാളുടെ ടീമായിരുന്നു. അവർ വന്ന് സെറ്റായി ഡൂബുസി കൊല്ലാനായിട്ട് പറയുന്നു. അടിയിൽ ഫൈറ്റ് തുടങ്ങി. മുകളിൽ ജിങ് ഹോഴ്സ് പവർ കയറ്റി ഒരു അറ്റാക്ക്. അതിൽ നിന്ന് വന്ന് ജിങ്ങിനെ അടിക്കുന്നു. അത് ബോഡി ഷീൽഡ് പോലുള്ളത് വെച്ച് തടഞ്ഞു. കുറച്ചു നേരം നോക്കി വർക്കിംഗ് ആവുന്നില്ല എന്നത് മനസ്സിലായി. നമ്മുടെ സോൾ ഗൈഡിങ് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ, ഇത് നോക്ക് എന്ന് പറഞ്ഞ് പിന്നും കൂട്ടി 999 അതിന്റെ പവേഴ്സ് കൂടി ഉപയോഗിച്ച് വിടുന്നു. അതിലെന്തോ പറ്റി ഒന്ന് ഷേക്കായി. 2 പേര് സ്ട്രോങ് ആയ ആൾക്കാരാണ് എന്ന് യുഹാവ്. അത് കഴിഞ്ഞ് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് എംഡിനെസ്സിൽ നിന്ന് അറ്റാക്ക് വരുന്നത്. അതിൽ നിന്ന് മാറി മാറി പോവുകയാണ്. ടൈമിങ് പോലെ ഡൂബുസിക്ക് എങ്ങനെയാണ് ഒരു യഥാർത്ഥ പവർ ഇങ്ങനെ ഉപയോഗിക്കാതെ തന്നെ എംഡിനെസ്സിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്നത്? അത് മാർഷൽ സോൾ ഉപയോഗിക്കാതെ തന്നെ. യുഹാവ് അതിന് അയാളുടെ ഐഡന്റിറ്റി അത് മനസ്സിലാക്കുകയാണെങ്കിൽ തോൽക്കാനുള്ള ചാൻസ് ഉണ്ടാകും. എങ്കിലും ടൈമിങ് എന്ന അയാളുടെ ഐഡന്റിറ്റി അത് മറയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഡൂബസ് ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ മിൻഡിഹാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എങ്കിൽ ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മിൻഡിഹാൾ ബോഡി സെറ്റുമായിട്ട് ഉറപ്പായിട്ട് ഫൈറ്റ് ഉണ്ടാകും. എന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണ്? അപ്പോൾ മിൻഡിഹാൾ ഡിസിപ്ലിൻസോട് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ സ്പിരിച്വൽ ഡൊമൈൻ അത് ഉപയോഗിക്കാൻ പോവുകയാണ് എന്നത് പറയുന്നു. അപ്പോൾ തന്നെ അവർ അത് ചെയ്യുകയാണ്. ബോഡി സെറ്റിന് അവർക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോഴാണ് ലെവൽ 8 സോൾ ഗൈഡിംഗ് ടൂൾ വരുന്നത്. അതാകട്ടെ ഒന്നല്ല, ഒരുപാട് എണ്ണമായിരുന്നു. അത് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് വരുന്ന പവേഴ്സ് അവരെ കൊല്ലാനായിട്ട് തുടങ്ങി. ഈ സമയം ജിങ് മുഴുവൻ പവേഴ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി. ബോഡി സെറ്റ് തോൽക്കാനാണ് ചാൻസ്. പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സോൾ ബോൺ ആ ബിയറിന്റെ ആ സോൾ ബോൺ ഉപയോഗിച്ച് താഴേക്ക് പോവുകയാണ്. എന്നാൽ പോയി എത്തുന്നത് ഒരു ടണലിലായിരുന്നു, അണ്ടർഗ്രൗണ്ടിൽ. ആൾറെഡി അടിയിലാണ് മിൻഡിഹാൾ തന്നെ ഉള്ളത്. അതിനടിയിലായിട്ട് ഇങ്ങനെ ഒരു തുരങ്കം അല്ലെങ്കിൽ സീക്രട്ട് പാത്ത് ഉണ്ടെങ്കിൽ എന്തോ ഒന്നും ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ടണലാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ നോക്കുന്നു. ഇപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ഡൂബുസി ഉൾപ്പെടുന്ന ഗ്രൂപ്പ് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനാണ്. ഇതേ എല്ലാം കൂടെ കൂട്ടുവായിക്കുമ്പോൾ ബോഡി സെറ്റിന് വേണ്ട എന്തോന്ന് ഇവിടെയാണ് ഉള്ളത്. അതെടുക്കാനാണ് അവർ പോകുന്നത്. എന്താണെന്ന് ഉടനെ അറിയാം. അങ്ങനെ പോകെ കണ്ടുപിടിച്ച് ഒരു ലബോറട്ടറി അതിനുള്ളിലേക്ക് കടന്ന് അവിടെ ആക്ടിവേറ്റ് ആയി ലൈറ്റൊക്കെ വരുമ്പോഴാണ് കടന്ന ഒരു വലിയ റോബോട്ട്. അതാണ് അവിടെ ഉള്ളത്. അതിനുള്ളിൽ അനേകായിരം അഡ്വാൻസ്ഡ് ഫോർമേഷൻ മറ്റേ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അത്. എന്നാൽ അത് ഫുള്ളി കംപ്ലീറ്റഡ് അല്ല. എങ്കിലും റിയോ എംപയർ ഇത്ര അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഹൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അവൻ മിൻഡിഹാൾ പഠിക്കാൻ വെച്ചാലും അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിയില്ല. അങ്ങനെ അവിടെ മറിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോഴാണ് അത് കണ്ട് ഞെട്ടിപ്പോയി. ഷിൻലുവും ടയാൻഡും ആ 2 മേജർ സിറ്റിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്ന പോലെ. അവളാണ് അവനെ അത് മനസ്സിലായത്. ഒരു വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ന്. അതിന്റെ ഓരോ പാർട്ട് നോക്കിയിട്ട് അതെങ്ങനെ ആകുമെന്ന് അവൻ മനസ്സിലായി. ഇത് ഇരിക്കുകയാണെങ്കിൽ അവരത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ എൻ്റെ വേൾഡ് തന്നെ ഇത് കാരണം ഡിസാസ്റ്ററിലേക്ക് കൊണ്ടുപോകും. അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കി. എന്നാൽ നടന്നില്ല. അവിടെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഒരു പൂച്ചയുടെ ഷേപ്പുള്ള സ്റ്റാർ ഹസാപ്പിയർ. ഇതൊരു സ്പെഷ്യൽ പവേഴ്സ് ഉള്ള ഒരു ക്രിസ്റ്റലാണ്. സംഭവമൊന്നുമില്ല. സ്റ്റോറേജ് സോൾ ഗൈഡിംഗ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് അത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് വെച്ചാണ്. അതിന്റെ 3 സോൾ പവർ ഇത് കാരണം ഡ്രെയിൻ ആയി പോകും ഒറ്റയടിക്ക്. എങ്കിലും ചെയ്യുന്നു. അത്രയും വലിയ റോബോട്ടിനെ സ്റ്റോറേജിലേക്ക് ആക്കി. അവിടെ നിന്ന് പോയിട്ട് പിന്നെ വേറൊരു ലബോറട്ടറിയിലാണ് ചെന്ന് കയറിയത്. അവിടെ ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അവിടെ ഒളിച്ചെന്നു. ആ വന്നത് ബോഡി സെറ്റിലെ വേറൊരാളാണ്. നേരെ ചെന്നിട്ട് അന്ന് വായിച്ച സെഞ്ചുറി മില്യനെ ബീസ്റ്റിനെ ഒരു ഗോഡ് സീൽ വെച്ച് ട്രാപ്പാക്കിയല്ലോ, സീൽ ഗോഡ് പ്ലാറ്റ്ഫോം അതിനെയാണ് എടുക്കുന്നത്. ഇതിനായിട്ടാണ് അപ്പോൾ പവർ വന്നതെന്ന് യുഗോയ്ക്ക് മനസ്സിലായി. അങ്ങനെ നിൽക്കണ ആരോ വരുന്നു. അത് വന്നത് ഡൂബുസിയാണ്. ഫൈറ്റ് കഴിഞ്ഞ് വന്നു. അവൻ നേരെ വന്നിട്ട് അത് കൊടുത്തു. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, അവരുടെ അറ്റാക്ക് എല്ലാം എതിർത്ത് വന്നല്ലോ. എന്നാൽ വന്നത് ഡൂബുസ് അല്ല, യുഹാവിന്റെ സിമുലേഷൻ ആണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ, യുഹാവയ്ക്ക് സിമുലേഷൻ വഴി ഇങ്ങനെ ചെയ്യാം. ആ ഗോഡ് സെയിൽ പ്ലാറ്റ്ഫോം അത് വാങ്ങിച്ച് പെട്ടെന്ന് പോകാൻ നോക്കിയപ്പോഴാണ് എന്നാൽ അവന്റെ 24 മൂൺലൈറ്റ് ബ്രിഡ്ജ് അതിൽ ജീവനുള്ള ബീസ്റ്റിനെ കയറ്റാൻ കഴിയില്ലല്ലോ. ടാക്സം പോലെ ഡൂബുബോ കൊടുത്ത പൗച്ചില് അത് ഉപയോഗിച്ചാണ് ഷിയാവോനെ
വെച്ചിരുന്നത് ഇതിലൂടെ ഡൂബുസി അല്ല എന്നത് അവന് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക്. എന്നാൽ അവൻ നേരെ അത് വെച്ചതും അതിലാണ് ചെന്ന് പൊട്ടിച്ച്. അതിനുള്ളിൽ ആ സെഞ്ചുറി മില്ലേനിയം ബീസ്റ്റ് അത് പുറത്തുനിന്ന് ഹ്യൂമൻസിനോട് ഒട്ടും ഇഷ്ടമല്ലാത്ത ബീസ്റ്റാണ്. കാരണം അവർ അങ്ങനെയാണല്ലോ ട്രാപ്പ് ചെയ്ത് വെച്ചത്. ആ വോയിസ് ബിങ് ബിങ് മുൻപ് കേട്ടിട്ടുള്ളത് പോലെ. അപ്പോൾ അത് അവൾ എന്ന് മാത്രം പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നില്ല. അവിടെ മുഴുവൻ ഫ്രീസ് ആയിട്ടാണ് പോയത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാം. അവളുടെ ബോഡി ലോസ്റ്റായി, സോൾ ഉടനെ ഡിസപ്പിയർ ആയി. പെട്ടെന്ന് പോകും. യുഹാബ വന്ന് നോക്കുമ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡൂബുസിയും ജിങ്ങും ഇപ്പോൾ ചേർന്ന് ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യണം. അത് എക്സ്ട്രീം കോൾഡ് ഓവറാണ്. അപ്പോഴാണ് പറയുന്നത് ഇത് ടോപ്പ് 10 ബീസ്റ്റിലെയും ടോപ്പ് 3 ഗ്രേറ്റ് കിങ്ങിലേതുമായ ഐസ്നോ ഗോഡസ് ആണ്. ടൈം വന്നപ്പോൾ എന്ന് അവളുടെ കണ്ടീഷൻ അത് വളരെ വീക്കാണ്. അവളുടെ ഒറിജിനൽ ക്രിട്ടിക്കൽ കണ്ടീഷൻ ട്രാൻസ്ഫോം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ സീല് ബ്രേക്ക് ആയതോടെ പഴയതുപോലെ ആക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ബോഡി അതില്ല, സോൾ ഉടനെ പോകും. സ്നോ ഗോഡസ് ബിങ് ബിങ്ങിനെ ഒരു പ്രാവശ്യം സേവ് ചെയ്തിട്ടുണ്ട്. എനിക്കത് പകരമായിട്ട് ചെയ്യണം. ആകെ മൊത്തം ടെറിഫിക്കായ സ്നോ ഗോഡസ് ആ സോൾ അതില്ലാതാക്കാനായിട്ട് പോവുകയാണ്. അത് എക്സ്പ്ലോഷൻ ചെയ്യാനായിട്ട് ഒരുങ്ങി. അവിടെ മുഴുവൻ ഫ്രീസ് ആകാനും പിന്നെ അവിടെ എന്തൊക്കെയാവുന്നുണ്ട്. ഒരു സെഞ്ചുറി മില്ലിയനും സോൾ ബെസ്റ്റ് എക്സ്പ്ലോഷൻ ആകുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും മരിക്കും. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി. പിന്നെ നോക്കുമ്പോൾ ആർക്കൊന്നും തന്നെ പറ്റിയില്ല. എൻ്റെ ആ സെഞ്ചുറി മില്ലിയൻ സോൾ ബെസ്റ്റ് വെറുതെ പോയി. ജിങ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഇനി അവർ നിന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഡൂബുസി ബോഡി സെറ്റിനോട് പോകാൻ എന്ന് പറഞ്ഞു പോയി. അവർ പറഞ്ഞു പോയി. ഈ സമയത്ത് ബിങ് ബിങ് സ്നോ ഗോഡസിനെ കൊണ്ടുവന്ന് ബിങ് ബിങ് സ്നോ ഗോഡസിനോട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബിങ് ബിങ് നീ ശരിക്കും നീ തന്നെയാണോ? സ്നോ ഗോഡസിന്റെ സോൾ അത് എക്സ്പ്ലോഷൻ ആയതല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് നോക്കിയാൽ സംഭവം സോൾ പവറാണ് എക്സ്പ്ലോഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സോൾ ഉടനെ ഇല്ലാതാകും. ടൈമിങ്ങിനോട് സോൾ ഫോഴ്സ് വഴി ബിങ് ബിങ്ങിനെ യുഹാവന്റെ ബോഡിയായിട്ട് മെർജ് ചെയ്തതുപോലെ കഴിയില്ലെന്ന് ചോദിക്കുമ്പോഴില്ല, അതിനുള്ള ടൈം കഴിഞ്ഞുപോയി എന്ന രീതി. അപ്പോഴാണ് അവരുള്ളത് ഒരു ഹ്യൂമന്റെ ബോഡിക്കുള്ളിലാണെന്ന് മനസ്സിലായി. അത് ചോദിക്കുമ്പോൾ അതെ, ഗോഡിനെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഇതറിയാമായിരുന്നെങ്കിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യില്ലായിരുന്നു. എൻ്റെ സോൾ ഇല്ലാതാക്കാൻ പോവുകയാണ്. അല്ലാതെയാണെങ്കിൽ എൻ്റെ 7 ലക്ഷം കൾട്ടിവേഷൻ ഉൾപ്പെടെ എല്ലാം കൂടി ആയാതെ നിങ്ങളെയും കൊല്ലും. അതുകൊണ്ട് തന്നെ സ്വയം സാക്രിഫൈസ് അത് ചെയ്യാനായിട്ട് വരുമ്പോൾ നിനക്ക് അതിൻ്റെ ആവശ്യം വരില്ല എന്ന് പറഞ്ഞ് നെക്രോമൺസർ വരുന്നു. നിങ്ങളൊരു ഗോഡാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഹ്യൂമൻ മാത്രമാണ്. ആർക്കാണ് ഗോഡാകാൻ ആഗ്രഹമില്ലാത്തത്? എനിക്ക് മനസ്സിലായി നിന്റെ കണ്ടീഷൻ, നിന്റെ കോൺഷ്യൻസിൽ അത് വളരെ പ്യൂറാണ്. നീയാണല്ലേ ഹെവനാൻ്റെ അടുത്ത് ഔറയോട് ജനിച്ച ഐസ്നോ ഗോഡസ്. അങ്ങനെയുള്ള നീ ഇതുപോലെ ഉണ്ടാകരുത്. രക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജീവനോടെ ആയിരുന്നെങ്കിൽ 80% കോൺഫിഡൻസ് ഉണ്ട്. എന്ന ഒരു സോള് മാത്രമാണ് ഞാൻ ഇപ്പോൾ. അതുകൊണ്ട് 30% താഴെയാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ നോക്കാം. അവരും പറയുന്നു. അതുപോലെ യുഹവ, ഞാനാണ് ഈ സോൾസിയുടെ ഓണർ. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനാണ്. ടൈമിങ്ങിനെ ബിങ് ബിങ്ങിനെ പോലെ ഫ്രണ്ടായിട്ട് മാത്രമേ കരുതിയാൽ മതി. അങ്ങനെ സ്നോ ഗോഡസ് സമ്മതിയാണ്. ഒരു ട്രയല് അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെ മാറ്റങ്ങൾ സീലുകൾ കാണുന്നു. നെക്രോമൺസർ പോലെ സ്പെല്ല് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഐസ് ഗോഡസിന് സ്നോ ഗോഡസിന് എന്തൊക്കെ പറ്റുന്നുണ്ട്. പെട്ടെന്നാണ് സോൾ അത് കാണാതെ പോകുന്നീ കണ്ട് ഷോക്കായി പോയി. എന്നാൽ അതൊരു താമര പോലുള്ളതിലേക്ക് കയറി ഒരു സീൽ വെച്ച് ആ ഒറിജിനൽ പവേഴ്സ് അതിനെ സീൽ ചെയ്തു. അങ്ങനെ ഇത് സക്സസ് ആയി. ഞാൻ അതിന്റെ ഒറിജിനൽ പവേഴ്സ് അത് സീൽ ചെയ്തു. ഇത് വളരെ സ്ട്രോങ് ആണ്. ഈ പീരീഡിൽ നീ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. ബിങ് ബിങ് എന്നു പറയുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.